ആശയയുദ്ധം ആയുധമെടുക്കുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ കെ സുരേന്ദ്രൻ, കേന്ദ്ര ഏജൻസികൾ എത്ര ഗൗരവതരമായ കണ്ടെത്തലുകളാണ് നടത്തിയിരിക്കുന്നത്? കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുള്ളതായി കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തിയതായി താങ്കളുടെ അറിവിലുണ്ടോ? വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കനകമലയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് കനകമലയിൽ പിടിയിലായ IS സംഘത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ കേരള പോലീസിന് തന്നെയാണ് ആദ്യം ലഭിച്ചത് എന്നാണ് എൻ്റെ അറിവ്. ആ അറിവ് ശരിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ 3 മാസം മുമ്പ് തന്നെ കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് മേധാവികൾക്ക് കേരള പോലീസിലെ തന്നെ സമർത്ഥന്മാരായിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഇതിൽ നുഴഞ്ഞു കയറി, അവരുടെ കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പിൽ നുഴഞ്ഞു കയറി ഈ വിവരങ്ങൾ അവർ ട്രേസ് ചെയ്ത് അത് കേരള പോലീസിനെ അറിയിച്ചതാണ്. എന്നാൽ കേരള പോലീസ് ഇക്കാര്യത്തിൽ കാര്യമായിട്ടുള്ള ജാഗ്രതയോ നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ NIA സംഘം അത് ഒരേ സമയത്ത് തന്നെ കേരള പോലീസിനും ഈ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും ഈ അറിവ് കിട്ടിയത് കൊണ്ടാവാം NIA ഈ കേസ് വളരെ തന്ത്രപരമായിട്ട് ഫോളോ ചെയ്തു. അവർ കർശനമായിട്ടുള്ള ഒരു നിരീക്ഷണവും അവരുടെ ഓപ്പറേഷൻ ഗ്രൂപ്പിനെ അവർ പിടിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയ ദുരന്തം കേരളത്തിൽ ഉണ്ടാവുമായിരുന്നു എന്നാണ് പോലീസിലെ തന്നെ സംഘങ്ങൾ പറയുന്നത്. വലിയ സംഭവങ്ങൾ നടത്താനുള്ള പ്ലാനാണ് ഇന്നലെ അട്ടിമറിക്കപ്പെട്ടത്. പക്ഷേ ഒരു സംഘം മാത്രമാണ് എന്ന് കരുതാൻ കഴിയില്ല. സംസ്ഥാനത്താകെ ISൻ്റെ ഭീകരവാദ ശൃംഖല വളരെ ശക്തമായിട്ട് വരുന്നു എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം വലിയ സ്ഫോടനങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ലെങ്കിലും അതിനെല്ലാം തയ്യാറായിക്കൊണ്ട് വലിയ തോതിലുള്ള ഒരു തയ്യാറെടുപ്പ് അവർ നടത്തുന്നു എന്നുള്ള വിലയിരുത്തൽ പോലീസിനുണ്ട്. സുരേന്ദ്രൻ, താങ്കൾ സൂചിപ്പിച്ചത് കേരളത്തിലെ തന്നെ പോലീസ് ഇൻ്റലിജൻസ് സംവിധാനത്തിന് ഇത് സംബന്ധിച്ച് അറിവുണ്ടായിരുന്നു. ഇവരുടെ ഈ സൈബർ മേഖലയിൽ അവർക്ക് നുഴഞ്ഞു കയറാൻ കഴിഞ്ഞു, എന്നിട്ടും ഉപേക്ഷ വിചാരിച്ചു എന്നാണോ? തീർച്ചയായിട്ടും ഞാനത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ 3 മാസം മുമ്പ് ഇങ്ങനെ ഒരു ആക്രമണം നടത്താനും ചില ആളുകളെ വധിക്കാനും ചില സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താനും ISൻ്റെ വിവിധ സംഘങ്ങൾ പദ്ധതിയിട്ടതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ പോലീസ് അത് സാധാരണ പോലീസിനല്ല, കേരളത്തിലെ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് ഈ വിവരങ്ങൾ അവരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പോലീസ് കാര്യമായിട്ടുള്ള യാതൊരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതിനെന്തെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടാവുമായിരിക്കും. ഇന്നലെ TK ഹംസയുടെ പ്രസ്താവന ശ്രീ വേണു കണ്ടുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കനകമലയിലെ പാർട്ടി ഗ്രാമത്തിൽ ISനെ പിടിക്കാൻ പോയതിൽ ദുരുദ്ദേശമുണ്ട് എന്നാണ് CPMൻ്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ്, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നത്. പരസ്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്തോ രാഷ്ട്രീയം ഉണ്ടാവുമായിരിക്കും. ഭീകരവാദത്തെ തടയാൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷ വിരുദ്ധമാവുമോ എന്നുള്ളൊരു വേവലാതി ഇടതുപക്ഷത്തിനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഷേധാത്മകമായ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം കൂടി സുരേന്ദ്രൻ, ഏതെങ്കിലും തരത്തിൽ നാട്ടുകാർക്ക് ഇങ്ങനൊരു പരാതി ഉണ്ടായിരുന്നോ? നാട്ടുകാർ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ? ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്, സംശയാസ്പദമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്, സംഘങ്ങൾ വന്നു പോകുന്നുണ്ട് എന്ന തരത്തിൽ പോലീസിന് വിവരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നോ? പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നോ? അല്ല, ഹിന്ദു ഐക്യവേദി പ്രവർത്തകർക്ക് ഇത് IS ഭീകര സംഘമാണെന്നോ അങ്ങനെയൊന്നുള്ള അറിവുണ്ടാവാൻ ഇടയില്ല. പക്ഷേ അസ്വാഭാവികമായിട്ടുള്ള ചില നീക്കങ്ങൾ അവിടെ നടക്കുന്നതായിട്ടും ചിലർ അസമയത്തും മറ്റും വന്നു പോകുന്നതായിട്ടും ഒക്കെയുള്ള ചില പരാതികൾ പ്രാദേശികമായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. എനിക്കത് സംബന്ധിച്ച് അറിയില്ല, അറിയാത്തൊരു കാര്യം ഞാൻ പറയാൻ തയ്യാറില്ല. അങ്ങനെയുള്ള വാർത്ത ഞാനും വായിച്ചിട്ടുണ്ടായി. ശരി, നൂറുൽ അമീനിലേക്ക് എനിക്ക് പോകുന്നതിന് സാങ്കേതിക തടസ്സം ഇപ്പോഴുണ്ട്, അത് പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശ്രീ AN ഷംസീർ, സുരേന്ദ്രൻ പറയുന്നത് ഗൗരവതരമായൊരു സുരക്ഷാ വീഴ്ച സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നാണ്. രാഷ്ട്രീയ പ്രതികരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ഈ സംഭവം പുറത്തറിഞ്ഞ ശേഷം അത് നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്നതല്ലേ? ഇപ്പോൾ എനിക്കിങ്ങനെ പോലീസിൻ്റെ റിപ്പോർട്ടൊന്നും കിട്ടാൻ അത്ര വലിയ ആളൊന്നുമല്ല ഞാൻ. കാരണം പോലീസ് വന്ന് ദൈനംദിനം എന്നിലൊന്നും റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. NIA റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, കേരള പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്ന് പോലീസ് ദൈനംദിനം റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. എന്നിരുന്നാലും IS പിടിച്ചു. ഇപ്പോൾ കനകമല എന്തോ CPMൻ്റെ ഗ്രാമമാണ് എന്ന് മുദ്രകുത്താനാണ് ശ്രമിക്കുന്നത്. കനകമലയുടെ ഒരു ഭാഗം ഗുരുജിമുക്ക് RSSൻ്റെ ഒരു പോക്കറ്റാണ്. അത് സുരേന്ദ്രൻ അറിയാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അറിയാതെ നടിക്കുന്നതാണ്. അതോടൊപ്പം ഒരു ഭാഗം മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പ്രദേശവുമാണ്.
എന്നിരുന്നാലും ഇവിടെ IS ആളുകൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. പിടിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പല കാര്യങ്ങളും പലയാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ എങ്ങനെയാണ് വിവരം കിട്ടിയെന്ന് എനിക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഏതായാലും അങ്ങനെ ഒരു ബോധ്യമില്ല. കാരണം ഞങ്ങൾക്കാർക്കും NIA സ്വാധീനമോ അല്ലെങ്കിൽ NIA ഉദ്യോഗസ്ഥന്മാർ എന്നെ വിളിച്ച് പറയേണ്ട കാര്യമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് ആധികാരികം സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഇനിയിപ്പം വരും ദിവസങ്ങളിൽ NIA സംഘം ചാനലുകൾ വന്ന് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്താൽ അല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞാൽ ആ ഘട്ടത്തിൽ ഞാൻ അഭിപ്രായം പറയും. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഷംസീർ, ഒരു പ്രശ്നം ഇവിടെ ഈ IS ബന്ധമുണ്ടാകാം എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യം നാം കണ്ടതാണ്. പാലക്കാട് നിന്നായാലും കൊച്ചിയിൽ നിന്നായാലും കാസർഗോഡ് നിന്നായാലും ഒക്കെ 21ഓളം പേരെ കാണാതാകുന്നു എന്നതടക്കമുള്ള വാർത്തകൾ വരികയായിരുന്നു. അതൊക്കെ NIA സംഘമല്ല ഇവിടെ നൽകിയത്. നമ്മുടെ പോലീസ് തന്നെ ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ പുറത്തു വന്ന കാര്യങ്ങളാണ്. ഒരു ഘട്ടമെത്തിയപ്പോൾ NIAക്ക് തന്നെയാണ് ആ കേസ് കൈമാറിയത്. അപ്പോൾ NIA അറിയാത്ത ചില കാര്യങ്ങൾ കേരള പോലീസ് അറിയുന്നുണ്ട്, തിരിച്ചും അറിയുന്നുണ്ടാകാം. പക്ഷേ ഒരു മേഖല കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റും പലായനങ്ങളും ആസൂത്രണവും ഒക്കെ നടക്കുന്നു എന്നത് ഒരു ഘട്ടത്തിൽ മാത്രം ഞങ്ങൾക്കറിയാത്തതാണ്. ഒരു ഘട്ടത്തിൽ മാത്രം ഞങ്ങൾക്ക് NIA പറയുന്നത് വിശ്വാസയോഗ്യമായി തോന്നുന്നില്ല എന്ന നിലപാടെടുക്കാൻ കഴിയുമോ? വേണു, ഇതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചാനലിനകത്ത് വന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല എന്നാണ് എൻ്റെ ബോധ്യം. ഒരു ഗവൺമെൻറ്റിൻ്റെതായ കുറേ സെക്യൂരിറ്റി കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. അതുപോലെ പോലീസിൻ്റെ അന്വേഷണത്തിന് ചില രഹസ്യ സ്വഭാവങ്ങളുണ്ടാവും. NIAക്കും NIAയുടെ രഹസ്യ സ്വഭാവം ഉണ്ടാകും. അതൊക്കെ അപ്ഡേറ്റഡായി ചാനലിനകത്ത് വന്ന് പറയണം, ജനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അബ്സേർഡാണ്. അത് ശരിയല്ല, വാദം ശരിയല്ല. പിന്നെ ഇവിടെ ഇപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ IS എന്ന് പറയുന്ന സംഘടനയുടെ ലേബലിലേക്ക് ആളുകൾ പോകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് നമ്മൾ അന്വേഷിക്കണം. അതിൻ്റെ കാരണം അന്വേഷിച്ച് പോകുമ്പം അതെല്ലാത്തിനും ഒരു കാരണമുണ്ട്, കാര്യകാരണ സിദ്ധാന്തമുണ്ട്. അതുപോലെ ISൻ്റെ ലേബലിലേക്ക് മുസ്ലിം ചെറുപ്പക്കാർ വഴിതെറ്റി പോകുന്നുവെങ്കിൽ അതിന് കാരണം ഈ രാജ്യം ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ രാജ്യത്ത് നടത്തിയ വർഗീയ കലാപങ്ങളാണ്. വർഗീയ കലാപം എന്ന് പറയുമ്പം ഹർ ക്രിയാക്കോ പ്രതിക്രിയ ഹോത്താഹെ, എല്ലാ പ്രവർത്തനത്തിനും പ്രതിപ്രവർത്തനം ഉണ്ടാകും. 2002 ഗുജറാത്ത് കമ്മ്യൂണൽ റയറ്റിനെ വളരെ പരസ്യമായി ന്യായീകരിച്ചൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ഭാഗത്തിരിക്കുന്നു. ഇപ്പോഴും രാജ്യത്തെമ്പാടും മുസ്ലിങ്ങൾക്ക് നേരെ, ദളിതുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. IS പോലുള്ള സംഘടന രാജ്യത്തെ ശീലീകരിക്കാൻ ശ്രമിക്കുമ്പം, ലോകത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പം ഇന്ത്യയിലേക്ക് കടന്നു വരാൻ മുസ്ലിം ചെറുപ്പക്കാരുടെ മനസ്സിൽ കുത്തിവെക്കുന്ന സ്റ്റോറി അതാണ്. നോക്കൂ, ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരാണ് നോക്കൂ. ഒരു മതവിഭാഗത്തെ കൊന്നൊടുക്കുന്ന ഉന്മൂലന പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ. നോക്കൂ, ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ഇപ്പോഴും വേട്ടയാടപ്പെടുന്നു. ഈ ഒരു സ്റ്റോറി പറയുമ്പം, ഈ ഒരു കഥ അവർ അവതരിപ്പിക്കുമ്പം മുസ്ലിം ചെറുപ്പക്കാർ വഴിതെറ്റി പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൽ ഒരു ഭാഗത്ത് ഈ രാജ്യത്തെ മുസ്ലിം സംഘടന വിഗ്രവാദികൾ വളർന്നുവെങ്കിൽ അതിന് കാരണക്കാർ RSS എന്ന സംഘടനയാണ്. ശരി, അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് RSSന് ഒളിച്ചോടാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്, NDF ഉണ്ട്. മുസ്ലിം ഭീകരവാദ സംഘടനകളും ഹിന്ദു തീവ്രവാദ സംഘടനകളും ഇത് രണ്ടും ചേർന്നാണ് ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക് ഭീഷണി മാറുന്നത്. ശരി, നൂറുൽ അമീൻ ഇപ്പോഴും കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ഇവിടെ ഈ IS ആശങ്ക നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയതല്ല, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തുടങ്ങിയ ഒരു പ്രതിഭാസവുമല്ല. ഇതിന് മുൻപുമുണ്ടല്ലോ. ഇപ്പോൾ 23ഓളം IS ബന്ധമുള്ള പ്രവാസി മലയാളികളെ ആ രാജ്യക്കാർ കേരളത്തിലേക്ക് തിരിച്ചയക്കുകയുണ്ടായില്ലേ? അത് നാം ഗൗരവത്തിലെടുത്തിരുന്നോ? പിന്നെ കേരളത്തിൽ നിന്നുള്ള പലായനങ്ങൾ, അത് ഗൗരവത്തിൽ ഇവിടെ എടുക്കുകയുണ്ടായോ? ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ സമർത്ഥിക്കുകയാണ്, വലിയ തോതിലുള്ള നീക്കങ്ങൾ ഇവിടെ നടന്നിരുന്നു. IS റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്നു. അവർ സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട ആളുകളെ വധിക്കാൻ നിശ്ചയിച്ചിരുന്നു. ഇതെല്ലാം ഇപ്പോൾ പൊടുന്നനെ പുറത്തു വരികയുമാണ്. അപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് ഇപ്പോൾ ഈ രൂപത്തിൽ ഇതുവരെ നമുക്കാർക്കും അറിയാത്ത അത്രയും വലിയൊരു ഭീഷണിയായി ഇതിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരു കുറ്റകരമായ ഉത്തരവാദിത്തം നേരത്തെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായാലും ഈ സർക്കാരിൻ്റെ കാലത്തായാലും കൈക്കൊണ്ട ഒരു അലംഭാവം ഒരു ഘടകമാണോ? വേണു, ഇതിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും എപ്പോഴും ഇതിനെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ചർച്ചയിലേക്ക് നീങ്ങുകയാണ് പലപ്പോഴും ചെയ്യുന്നത്.
കാരണം ഇതിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ പിന്നെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു, അതല്ലെങ്കിൽ വളരെ ലാഘവത്തോടുകൂടി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവിടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെ രണ്ട് ചർച്ചകളാണ് പലപ്പോഴും ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഷംസീർ പറയുമ്പോഴും സുരേന്ദ്രൻ പറയുമ്പോഴും രണ്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ഈ ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മതരാഷ്ട്രവാദത്തിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മതദർശനങ്ങളിൽ ഇങ്ങനെ ഒരു വാദം വന്നിട്ടുണ്ടോ? IS തീവ്രവാദികൾ അവിടെ പ്രധാന കാര്യം എന്താ, അവിടെ പ്രധാന ആവശ്യം എന്താ? ഈ പറഞ്ഞ രാജ്യത്തെ ഒരു മതരാഷ്ട്രവാദം, അതായത് ഒരു മുസ്ലിം സ്റ്റേറ്റ് ആക്കണം. IS എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഒന്ന് മതദർശനങ്ങളിൽ എവിടെയും നമുക്ക് ഇതേപോലെ ഈ പറഞ്ഞത് നമുക്ക് കാണുന്നില്ല എവിടെയും. കാരണം ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ഒരു മുസ്ലിമിന് ജീവിക്കാമെന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നത്, കാണിച്ചു തന്നത് ഭരണകർത്താവായ മുഹമ്മദ് തിരുമേനിയാണ്. അതേപോലെ തന്നെ നിരവധി കാര്യങ്ങൾ ഖുറാനിൽ എവിടെ എടുത്ത് പരിശോധിച്ചാലും നമുക്കത് കാണാൻ പറ്റുന്നില്ല. ലക്കും ദീനിക്കും വലിയ ദീൻ എന്നാ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അവർ വേറൊന്നിനെ ആരാധിക്കുന്നു, നിങ്ങൾ വേറൊന്നിനെ ആരാധിക്കുന്നു. മാത്രമല്ല നിങ്ങളെ പരസ്പരം ഗോത്രങ്ങളും വംശങ്ങളും ഒക്കെ വേർതിരിച്ച് പരസ്പരം തിരിച്ചറിയാനാണ്. അതിലേക്ക് വരാം ശ്രീ ആര്യാടൻ ചൗക്കത്ത്. അതിനു മുമ്പ് രാഷ്ട്രീയമായൊരു മറുപടി ആദ്യ റൗണ്ടിൽ. അല്ല, ഞാൻ പറയട്ടെ, ഇവിടെ നമുക്ക് ഇതിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം വളരെ കുറേ വീഴ്ചകൾ പറ്റി, അല്ലെങ്കിൽ മുൻപുള്ള ഗവൺമെൻറ്റിന് ഒന്നും പറ്റിയില്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇവിടെ കൃത്യമായി നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, പലപ്പോഴായി ഇവിടുത്തെ നമുക്കറിയാം 2008 കാശ്മീരിൽ വെച്ച് മലയാളികൾ 4 പേർ മരിച്ചു വീഴുന്നത്. പരപ്പനങ്ങാടിയിലെ റഹീം അടക്കമുള്ള ആളുകൾ മരിച്ചു വീഴുന്നത് 2008. അതിന് മുന്നെയാണ് ഞാൻ 2005 ഞാൻ ദൈവനാമത്തിൽ എന്ന് പറയുന്ന സിനിമ എടുക്കുന്നത്. ആ സിനിമയിലെ പ്രധാന കഥ എന്ന് പറയുന്നത് ഇതാണ്. ഒരു കേരളീയ ഒരു ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ ഒരു തീവ്രവാദത്തിലേക്ക് പോകുന്നതാണ്. അന്ന് ഇങ്ങനെ കേരളത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ ആക്രമിക്കാനാണ് ഇവിടെ കൂടുതൽ ആളുകൾ ശ്രമിച്ചിട്ടുള്ളത്. അന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിന് മുന്നും ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ഈ പറയുന്ന SDPI പോലുള്ള അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ ജമായത്തെ ഇസ്ലാമിയെ പോലുള്ള ആളുകൾ ഒരു ഭാഗത്ത് ഇവിടെ അങ്ങനെ നടക്കുന്നില്ല എന്ന് പറയുകയും, ഈ പറയുന്ന ആളുകളുടെ വോട്ട് വേണമെന്ന് ആവശ്യമുള്ള ആളുകൾ അതിനെ അതിലാഘവത്തോടു കൂടി കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഈ കാര്യത്തിൽ കഴിഞ്ഞ കാലത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും കൃത്യമായി കേരളത്തിൽ നടക്കുന്ന ഇതുപോലുള്ള നീക്കങ്ങളെ, നിഗൂഢമായ നീക്കങ്ങളെ ഈ മലയാളികൾ തന്നെയാണല്ലോ. NIA ഓഫീസർമാർ, ഷൗക്കത്ത് അലി ആണെങ്കിലും അബ്ദുൽ ഖാദർ ആണെങ്കിലും വിക്രമനാണെങ്കിലും ഒക്കെ മലയാളികളാണ്. അവരൊക്കെ മലപ്പുറം ജില്ലക്കാരുമാണ്. ഈ 3 പേരും മലപ്പുറം ജില്ലക്കാരുമാണ്, ഈ DOSPമാരൊക്കെ. അവർ നേരത്തെ കേരള പോലീസിൽ ഉണ്ടായിരുന്നവരാണ്. അവർക്ക് അതുപോലെ തന്നെ കേരള പോലീസിന് കൃത്യമായി വിവരങ്ങൾ അറിയാമായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതനുസരിച്ചുള്ള ഒരു നീക്കങ്ങളും കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് സത്യമാണ്. ശരി, ശ്രീ നൂറുൽ അമീൻ, നിങ്ങളുടെ സംഘടന ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് എന്ന റിപ്പോർട്ടുകളുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? 1. 2, നിങ്ങളുടെ മുഖപത്രത്തിലെ ഒരു ജീവനക്കാരൻ തന്നെ ഇപ്പോൾ IS ബന്ധം തെളിഞ്ഞിരിക്കുന്നുവെന്ന് NIA പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തൊട്ട് തലേന്നത്തെ രാത്രി വരെ നിങ്ങളുടെ പരിപാടികളിൽ അദ്ദേഹം സജീവമായി ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓഫീസിൽ തന്നെയായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. പെട്ടെന്നൊരു ദിവസം ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തിയപ്പോൾ അത് അപ്പാടെ തന്നെ നിങ്ങൾ അംഗീകരിക്കുകയും അയാളെ പുറത്താക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ഒരു തള്ളിക്കളയലിലൂടെ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വേണോ, ഇതുവരെ നടന്ന ചർച്ച എന്താണ് എന്ന് ഇവിടുത്തെ ഒരു സാങ്കേതിക തകരാറ് മൂലം എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഷംസീർ എന്ത് പറഞ്ഞു എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയുമില്ല. ഏതായാലും ഞാൻ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ പറയാം. ഒന്ന്,
കേന്ദ്ര ഏജൻസികൾ ഞങ്ങളുടെ സംഘടനയെ നിരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ കാലങ്ങളായിട്ട് കേരള ഏജൻസികൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ കിട്ടിയ റിപ്പോർട്ടിൽ വിദേശ ശക്തികളുമായിട്ടോ വിദേശ ഭീകര പ്രസ്ഥാനങ്ങളുമായിട്ടോ ആഭ്യന്തര ഭീകര പ്രസ്ഥാനങ്ങളുമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇടത് വലത് മുന്നണികളും കേന്ദ്രത്തിൽ BJP ഗവൺമെൻറ് ഭരിച്ചിട്ടുണ്ട്. ഈ